മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് വെറുതെയല്ല. ഇവിടെ കൊടകര ഭാഗത്ത് വട്ടേക്കാട് ഭാഗത്തുള്ള ആ ചാറ്റലാമ്പാടം എന്ന് പറയുന്ന പ്രദേശം യൂട്യൂബിലൊക്കെ വളരെയധികം പേര് പരാമർശിച്ച് കണ്ടപ്പോഴാണ് ഒന്ന് കാണണമെന്ന് തോന്നിയത് ഈ കഴിഞ്ഞ ഞായറാഴ്ച. തീർച്ചയായിട്ടും നല്ലൊരു സ്ഥലം തന്നെയാണ്. കാരണം മലനിരകളും വിശാലമായ പാടവും തോടും കൈത്തോടും ഒക്കെ ആയിട്ട് ശരിക്കും പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ചാറ്റലാമ്പാടം. ഈ മഴക്കാലത്ത് തന്നെ അവിടെ പോയത് വളരെ നന്നായി എന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ചാറ്റലാമ്പാടത്തിൻ്റെ ഇക്കരയുണ്ട് അക്കരയുണ്ട്. അക്കരെ ചെന്നപ്പോഴാണ് കുറച്ചുകൂടി ആ മലയുടെ അടുത്ത് വിശാലമായ ഏക്കർ കണക്കിന് നിരന്ന് കിടക്കുന്ന പരന്ന് കിടക്കുന്ന പച്ചപ്പരവതാനി പോലെയുള്ള പാടാണ്. മുടക്ക് ദിവസമായതുകൊണ്ട് ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട്. ആ മലയിൽ നിന്ന് ഒഴുകി വരുന്ന തെളിനീരരുവിയാണ് അത്. കണ്ടോ, എന്ത് തണുത്ത വെള്ളമെന്നറിയുക. ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന പ്രകൃതിയാലുള്ള വെള്ളം. മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, അവിടെ വനംവകുപ്പിൻ്റെ ബോർഡുണ്ട്. ആ വെള്ളത്തിൽ ശരിക്കും നമുക്ക് കുളിക്കാൻ തോന്നും, അത്ര തണുത്ത വെള്ളം. അതിൽ കാല് നനയ്ക്കുമ്പോൾ തന്നെ ഒരു കുളിരാണ്. പാടത്തെ വെള്ളത്തിലൂടെ പിന്നെ കാല് നനച്ച് ഇങ്ങനെ തെറിപ്പിച്ച് ആലും തിരിവയ്ക്കാനുള്ള കൽവിളക്കും ഒരു കാവാണ്. അതവിടെ ഗോശാലയുമായി ബന്ധപ്പെട്ടതാണ് ഈ കാണുന്നത്. തൊട്ടടുത്താണ് ഗോശാല. അത് ഇനിയും പൂർത്തീകരിക്കാത്ത അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അതിനിടയ്ക്ക് മഴയും പെയ്തു. എന്താ രസം! മഴ കൊണ്ട് കുറച്ച് നിമിഷങ്ങൾ അത് അങ്ങനെ കഴിഞ്ഞു പോയി. ഈ പാടത്തു നിന്ന് നേരെ കയറുന്നത് ഗോശാലയിലേക്കാണ്. നേരത്തെ പറഞ്ഞല്ലോ, അത് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം എന്ന വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ശ്രീകൃഷ്ണ കേന്ദ്രം. വലിയൊരു ശ്രീകൃഷ്ണ പ്രതിമ അവിടെയുണ്ട്. 100-ലധികം പശുക്കളുണ്ട്, 2-3 ഷെഡുകളിലായിട്ട്. വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. അത് ഗോക്കളെ തൊടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല പശുക്കൾ, വിവിധ ഇനത്തിൽപ്പെട്ട പശുക്കൾ അവിടെ ഉണ്ട്. നല്ല സുരക്ഷിതമായിട്ട് നല്ല ഭംഗിയിൽ അവരെ വളർത്തിയിട്ടുണ്ട്. സമയം സന്ധ്യാനേരമാണ്. അപ്പോൾ ഗോശാല കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്, അത് മുകളിൽ നിന്നാണ്. ആ എൻട്രൻസിൻ്റെ ഭാഗത്ത് പല മൂർത്തികളുടെ പ്രതിഷ്ഠകളുള്ള ഒരു ചെറിയ ആരാധനാ സ്ഥലമുണ്ട്. അവിടെ ഒരു ചേച്ചിയാണ് അത് ചെയ്യുന്നത്. വിളക്ക് വയ്ക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള മലദൈവങ്ങളുടെയും പ്രകൃതി ദൈവങ്ങളുടെയും ഒക്കെ പ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളതെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ആ പ്രതിഷ്ഠകളുടെ മുകളിലാണ് കുറച്ച് മാറിയിട്ട് എൻട്രൻസ്. ഇതിൻ്റെ അവിടെ വൃന്ദാവനം എന്നുള്ള മനോഹരമായിട്ടുള്ള പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിച്ച് രസിക്കാൻ ഉള്ള വിശാലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള പാർക്ക്. അവിടെ നല്ല ഭംഗിയുള്ള പാർക്കുണ്ട്. അവിടെ ഒരു 20 രൂപ എൻട്രൻസ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ തീർത്ഥാടന കേന്ദ്രമായിട്ട് വികസിക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് ഇത്. അപ്പോൾ ചാറ്റലാമ്പാടത്തിൻ്റെ അങ്ങേയറ്റത്ത് ഗോശാലയും ശ്രീകൃഷ്ണ കേന്ദ്രവും, ഇങ്ങേയറ്റത്ത് ചാറ്റലാമ്പാടവും. ഓക്കെ.